ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമ അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. സംസ്ഥാന പുരസ്കാരത്തിനായി അവസാനം വരെ മത്സരിച്ച 38 സിനിമകളിൽ 22 നവാഗതരുടേതാണെന്നത് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ചും ഒപ്പം കമേഴ്ഷ്യൽ സിനിമാ മേഖലയിലെ പുതിയ പ്രവണതകളെക്കുറിച്ചുമാണ് പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനുമായ GP രാമചന്ദ്രൻ സംസാരിക്കുന്നത്. ഒപ്പം ആട്ടം, കാതൽ ദി കോർ തുടങ്ങിയ സിനിമകളിലൂടെ ലിംഗരാഷ്ട്രീയം ഉന്നയിക്കപ്പെടുമ്പോഴും മലയാള സിനിമാ നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിനും സ്ത്രീകൾക്കെതിരായ വിവേചനത്തിനുമെതിരായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരള അവാർഡും കേന്ദ്ര അവാർഡും പ്രഖ്യാപിച്ചു. പക്ഷേ അതിലൊരു ചെറിയൊരു സങ്കീർണത അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം ഉള്ളത്, കേരള അവാർഡ് 2023-ൻ്റെയും കേന്ദ്ര അവാർഡ് 2022-ൻ്റെയാണ്. അപ്പോൾ അത് തന്നെ ഒരു ഈ ആമമോയിൽ ഓട്ടം പോലെയാണ്. കാരണം വെച്ചാൽ കേരള ഓഡിയൻ്റെ ഒപ്പം എത്തിയില്ല. വേണമെങ്കിൽ നമുക്കൊരു വിമർശനം ഉന്നയിക്കാം. കേന്ദ്രം ഒരു കൊല്ലം പിന്നിലാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് കേവലം ഈ കൊല്ലത്തിൻ്റെ ഒരു മാത്രം പ്രശ്നമല്ല, ഇതൊരു അപ്രോച്ചിൻ്റെയും അതുപോലെ തന്നെ അതിലുള്ളൊരു ആറ്റിറ്റ്യൂഡിൻ്റെയും പ്രശ്നമുണ്ട്. കാരണം ഈ കേന്ദ്രത്തിൽ ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ദേശീയ അവാർഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന് ഒരു അനുകരണം പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംസ്ഥാന മാതൃക പോലെയാണ് സംസ്ഥാന അവാർഡ് തുടങ്ങിയിട്ടുള്ളത്. അതായത് 50കളിൽ ആണ് 55 മറ്റോ ആണ്, കൊല്ലം കൃത്യം എനിക്ക് ഓർമ്മയില്ല, 55 മറ്റോ ആണ് ദേശീയ അവാർഡ് ആരംഭിക്കുന്നത്. നമ്മുടെ അവാർഡ് ഏകദേശം 60കളുടെ അവസാനം 70കളിലാണ്. അപ്പോൾ ഏകദേശം ഒരേ മാതൃകയിലാണ്, ചെറിയ ചെറിയ സൂക്ഷ്മാംശങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ദേശീയ അവാർഡ് വരുന്നത് SK പാട്ടീൽ കമ്മിറ്റി, അതായത് 49 രൂപീകരിച്ചിട്ടുള്ള 1949 ഇന്ത്യൻ റിപ്പബ്ലിക് പോലും പ്രഖ്യാപിക്കുന്നതിന് മുൻപേ നിലവിൽ വന്നിട്ടുള്ള ഒരു ഫിലിം എൻക്വയറി കമ്മിറ്റി ഉണ്ട്, SK പാട്ടീൽ കമ്മിറ്റി. അന്നത്തെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു പ്രധാന അജണ്ടയായിട്ട് ഇന്ത്യ രാജ്യം, സ്വതന്ത്ര ഇന്ത്യ കണക്കിലെടുത്ത ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫിലിം അവാർഡ് വരുന്നത്. ആ റിപ്പോർട്ടിൽ വിമർശനാത്മകമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു. അത് ഒരു ഭാഗത്ത്. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിലിം അവാർഡ്, ഫിലിം ആർക്കൈവ്, അതുപോലെ ചലച്ചിത്രമേളകൾ, ഇതെല്ലാം തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക SK പാട്ടീൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ വെളിച്ചത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുകയും അത് അങ്ങനെ നമ്മളെ സിനിമേനെ ഒരു എഡ്യൂക്കേഷൻ മാധ്യമം എന്നുള്ള രീതിയിലും ഒരു അനുഭൂതിയുടെ ഒരു സൗന്ദര്യാത്മക മാധ്യമം എന്നുള്ള രീതിയിലും രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധാനം എന്നുള്ള രീതിയിലും സംസ്കാരത്തിൻ്റെ പ്രതിനിധാനം എന്നുള്ള രീതിയിലൊക്കെ പരിഗണിക്കുന്ന ഒരു നിലപാട് ഏറെക്കുറെ പല വിമർശനം അതിലേക്ക് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 70ാമത്തെ മറ്റേ അവാർഡാണ് ഇപ്പോൾ വരുന്നത്. ഇത്രയും കൊല്ലം അത് തുടർന്ന് വന്നെങ്കിലും ഇപ്പോഴത്തെ നിലവിലുള്ള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? നേരത്തെയുള്ള ഗവൺമെൻറ് അതിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ കേവലം ഒന്നുകിൽ അതിനൊരു എന്താ പറയുക, ഒരു ഉദ്യോഗസ്ഥ രീതിയിൽ കാണുകയോ അതല്ലെങ്കിൽ അതിനെ ഒരു കമേഴ്ഷ്യലായി കാണുകയോ ചെയ്തുകൊണ്ട് ഇതെല്ലാം തന്നെ ഡിലേ ചെയ്യുകയും ഇതിനെ പലതിനും ലയിപ്പിച്ച് NFDCയിൽ ലയിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ ഇല്ല, ഫിലിം ആർക്കൈവ് പ്രത്യേകം, ഫിലിംസ് ഡിവിഷൻ ഇല്ല, ഇതെല്ലാം NFDCയിൽ ലയിപ്പിച്ച്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അവാർഡ് വൈകുന്നത് എന്ന കാര്യം നമ്മളുടെ വാർത്തകളിലൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിനെതിരെ ഇന്ത്യയിലെ ചലച്ചിത്ര പ്രവർത്തകർ, ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരും പലരും, ആനന്ദ് പട്വർദ്ധൻ, എല്ലാവരും ഇതിൻ്റെ വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, ദേശവ്യാപകമായിട്ട് ഫിലിം സൊസൈറ്റി പ്രവർത്തകരൊക്കെ. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഇത് ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നത്, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഉയർത്തിയിട്ടുള്ള രാഷ്ട്ര നിർമ്മാണത്തെക്കുറിച്ച് ഉയർത്തിയിട്ടുള്ള ചില ആശയങ്ങളെങ്കിലും നമുക്ക് പിന്തുടരാൻ കഴിയുന്നു എന്നത് ഒരു അഭിമാനമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം മലയാള സിനിമയിൽ മുൻപ് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയധികം നമ്പർ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ കേരള അവാർഡിന് ഏകദേശം 180 സിനിമ സബ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ 180 സിനിമയും എല്ലാം തന്നെ ഇവർ കാണുകയും രണ്ട് പാനലായി കണ്ടു. നല്ലൊരു ജൂറിയുടെ തീരുമാനങ്ങളൊക്കെ ഏറെക്കുറെ, നമ്മളിപ്പോൾ ഏത് ജൂറിക്കും അതിൻ്റേതായ ചില വ്യക്തിപരമായ മുൻതൂക്കങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും. അതെല്ലാ സമയത്തും അത്തരത്തിലുള്ള വിമർശനങ്ങളും ചില വിയോജിപ്പുകളും എപ്പോഴും രംഗത്ത് വരാറുണ്ട്. അത് ഒരു ഭാഗത്ത്. പക്ഷേ അതേസമയത്ത് ഏറെക്കുറെ നമ്മൾക്ക് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എന്ന് തോന്നിക്കുന്ന പല ചിത്രങ്ങളെയും അംഗീകരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല സിനിമ കാതൽ ദ കോറാണ്. കാതൽ ദ കോറ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് നമ്മളുടെ സിനിമയിൽ വളരെ വലിയ സാന്നിധ്യമായിട്ട്, കമേഴ്ഷ്യൽ സിനിമയിലും അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് സിനിമയിലും പലതിലും, അടൂർ ഗോപാലകൃഷ്ണൻ, TV ചന്ദ്രൻ്റെയൊക്കെ പടത്തിലൊക്കെ നിർണായകമായ റോള് ചെയ്യുകയും ദേശീയ അവാർഡുകളെല്ലാം ലഭിക്കുകയും ചെയ്തിട്ടുള്ള മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ തന്നെ
നിർമ്മാണത്തിലാണ്, മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന നിർമ്മാണത്തിലാണ് കാതൽ ദ കോർ എടുത്തിട്ടുള്ളത്. ആ സിനിമയുടെ സംവിധായകൻ ജിയോ ബേബി ഇതുപോലെ പൊളിറ്റിക്കലായ വിഷയങ്ങൾ, അതായത് സാഹചര്യത്തിൽ പ്രസക്തമാവുന്ന പൊളിറ്റിക്കൽ വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഇതിനു മുൻപ് ശബരിമല സ്ത്രീ പ്രവേശമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഒരു വലതുപക്ഷവൽക്കരണം, പിന്നെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്ക് ഒക്കെ പ്രാമുഖ്യം ലഭിച്ചതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രേറ്റ് ഇന്ത്യ കിച്ചൺ എന്ന സിനിമ എടുക്കുകയുണ്ടായി. നമുക്കറിയാം ആ ഒരു സിനിമയ്ക്ക് പിന്നെ വലിയ സ്വീകാര്യത ലഭിച്ചു അന്ന്. അതിൻ്റെ തുടർന്ന് ആണ് അദ്ദേഹം മറ്റൊരു സിനിമ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ കാതൽ ദ കോർ എന്ന സിനിമ എടുക്കുന്നത്. അപ്പോൾ കാതൽ ദ കോർ എന്ന സിനിമ പ്രത്യേകിച്ചും ഈ LGBT അല്ലെങ്കിൽ ഗേ സെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ പിന്നെ അരികുകളിലേക്ക് മാറ്റപ്പെട്ടതോ അതല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്ന സിനിമകളോ വിഷയങ്ങളോ, അതുമല്ലെങ്കിൽ നമ്മളുടെ സിനിമ തന്നെ മുൻപ് മുഖ്യധാരയിൽ വളരെ പരിഹാസ്യമായ രീതിയിലോ അല്ലെങ്കിൽ മർദ്ദനാത്മകമായ രീതിയിലോ കാണിച്ചിട്ടുള്ള, ഉദാഹരണം ചാന്തുപൊട്ട് പോലത്തെ ഒരു സിനിമ, ഞാൻ പെട്ടെന്ന് ഉദാഹരണത്തിന് ചെയ്ത സിനിമയാണ്, ഇവിടെ ഹിറ്റായ സിനിമയാണ് ചാന്തുപൊട്ട്, ലാൽ ജോസ് സംവിധാനം ചെയ്തത്. ആ ചാന്തുപൊട്ട് പോലത്തെ ഒരു സിനിമയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ അതിനെ പരിചരിച്ചിരുന്നത് എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാതൽ ദ കോർ പോലത്തെ ഒരു സിനിമയിൽ എത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള വ്യത്യാസം, അത് കേരള സമൂഹത്തിൽ ഈ പിന്നെ ഇത്തരം ചിന്താഗതികൾ, വിമത ലൈംഗികത ചിന്താഗതികളോ അതല്ലെങ്കിൽ ക്യൂർ ചിന്താഗതികൾക്ക് അവർ നടത്തിയിട്ടുള്ള പ്രൈഡ് മാർച്ചുകൾ, അതുപോലെ തന്നെ സാഹിത്യത്തിലും അതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ അവർ നടത്തിയിട്ടുള്ള ഒരുപാട് പിന്നെ ദൃശ്യതയുടെ രംഗത്ത് അവർ നടത്തിയിട്ടുള്ള സമരങ്ങളുണ്ട്. ആ സമരങ്ങളോടൊപ്പം തന്നെ സിനിമയെ സംബന്ധിച്ച് സിനിമ അതാത് കാലഘട്ടങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ, കാണികളും വിമർശകരും മറ്റുള്ള സിനിമാ പ്രവർത്തകരും ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള രീതിയിലാണ്. തീർച്ചയായും കാതൽ ദ കോറിനെ ക്യൂർ വിഭാഗക്കാരും വിമർശിക്കുന്നുണ്ട്. അവർ പറയുന്നത് അവരുടെ ഒരു റിയൽ റെപ്രസെൻറ്റേഷൻ അല്ല, അല്ലെങ്കിൽ അവരെ അതിനെ കാണിക്കുന്നത് ആ വിമർശനങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിനെ തള്ളിക്കളയേണ്ടതില്ല. പക്ഷേ ഇത് നമ്മൾ കാണേണ്ടത്, ഇത് പൊതുവായി ഒരു സാമാന്യമായി കാണേണ്ടത്, നേരത്തെ ഇത്തരം കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ അനുഭവത്തോടു കൂടി, അങ്ങനെ ചെയ്യുമ്പോഴും അതിൽ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ വളരെ അനുഭവത്തോടു കൂടിയിട്ടും ഇത്തരം കാര്യങ്ങളെ, അപ്പോൾ അതിലേക്ക് മമ്മൂട്ടി പോലെയുള്ള ഒരു താരം തന്നെ സഹകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് ദൃശ്യത കിട്ടിയത്. മാത്രമല്ല ആ സിനിമ അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടം പോലും ഉണ്ടാവുമെന്ന് സംശയം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്കറിയില്ല, നമ്മുടെ വിഷയമല്ല. എങ്കിൽ പോലും അദ്ദേഹം ഗൾഫ് മേഖലയിൽ അത് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അതിനൊന്നും തന്നെ പരിഗണിക്കാതെ, സാധാരണ അവരെല്ലാം നമ്മുടെ സൂപ്പർ താരങ്ങളൊക്കെ അവരുടെ ഇമേജും അവരുടെ ഫിനാൻസും രക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ അവർ സഹകരിച്ചത് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാതൽ ദ കോർ എന്ന സിനിമയ്ക്ക് അതിന് എന്താ പറയുക അംഗീകാരം കിട്ടിയതിനെ നമ്മൾ കണക്കിലെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നവാഗത സംവിധായകനായിട്ടുള്ള ഫാസിൽ റസാഖിൻ്റെ തടവ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ നമ്മുടെ എപ്പോഴും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ നേരത്തെ പറഞ്ഞ സൂപ്പർ താരങ്ങളോ കമേഴ്ഷ്യൽ സിനിമയോ ഒരു ഭാഗത്ത് അവർ നടത്തുന്ന സാങ്കേതികവും അതുപോലെ തന്നെ മറ്റു പല ശ്രമങ്ങളുണ്ട്, നമ്മൾ അതിനൊന്നും തന്നെ തള്ളിക്കളയാനെന്ന് പറ്റില്ല. അതേ സമയത്ത് തന്നെ പരീക്ഷണാത്മക സിനിമകൾ, പ്രത്യേകിച്ചും മലയാള സിനിമയുടെ സാഹചര്യത്തിൽ ചരിത്രത്തിൽ നിരവധി പരീക്ഷണാത്മകതകൾ സിനിമയിൽ വന്നിട്ടുണ്ട്. പലതും പരാജയപ്പെട്ടിട്ടുണ്ടാവും, പലതും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ആ പരീക്ഷണാത്മക സിനിമകൾ, ഇപ്പോൾ സുദേവൻ നേരത്തെ എടുത്തിട്ടുള്ള സിനിമകളുണ്ട്, അതുപോലെ പല സംവിധായകരും. അതേപോലെയാണ് ഫാസിൽ റസാഖിൻ്റെ ആദ്യ ചിത്രമായിട്ടുള്ള തടവ് എന്ന സിനിമ. ഈ തടവ് എന്ന സിനിമയിൽ പട്ടാമ്പി പള്ളിപ്പുറം ഭാഗത്തുള്ള ചില നാടക പ്രവർത്തകരാണ് അതിൽ. ഇപ്പോൾ മികച്ച നടിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള ബീനാർ ചന്ദ്രൻ, അവരുടെ സുഹൃത്തുക്കളും ഒക്കെയാണ്. അവർ തന്നെയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ബീനാർ ചന്ദ്രനാണ് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അവരൊരു ടീച്ചറാണ്, അവരൊരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ സ്കൂൾ ടീച്ചറാണെന്ന് മാത്രമല്ല, ആ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവർ ക്ലാസ്സിൽ നൃത്തവും അതുപോലെ തന്നെ നാടകവും സ്കിറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് വിരസമാകുന്ന പാഠ്യ വിഭാഗത്തെ അവർ പാട്ടിലൂടെയൊക്കെ അവതരിപ്പിച്ച് അവരുടെ ഒപ്പമുള്ള ടീച്ചർമാരെ അത് അവതരിപ്പിച്ച് അത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വ്യക്തിപരമായി നമുക്ക് അറിയുന്ന ഒരാളാണ്. അതോടൊപ്പം അവരെ പാഠപുസ്തകത്തിലൊക്കെ എഴുതുന്നത്. അങ്ങനെ ആ ഒരു സ്വന്തം ജോലിയെ തന്നെ വളരെ സർഗാത്മകമായി മുന്നോട്ട് കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ആറങ്ങോട്ടുകര നാടക സംഘത്തിലും ശ്രീജ ആറങ്ങോട്ടുകരയുടെ അതിലുമൊക്കെ തന്നെ പ്രവർത്തിക്കുക നിരന്തരം. ഇപ്പോൾ ഇന്നലെ തന്നെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അവർ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ആൾക്കാരുടെ ഒരു സൗഹൃദം പോലും നമുക്ക് കേരളത്തിലുണ്ടോ എന്ന് സംശയിക്കുന്ന സമയത്ത് അതിനെ തന്നെ ഭ്രമാത്മകമായിട്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാനുള്ള ചില അമച്വറിഷ്നെസ് കൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതില്ല എന്ന് പറയും. പക്ഷെ അത് ഈ മുതൽ മുടക്കിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ വലിയ സ്റ്റുഡിയോകളുടെയോ അല്ലെങ്കിൽ മറ്റ് ഇതിൻ്റെ ഒന്നും പിന്തുണ ഇല്ലാത്തതുകൊണ്ട്, സാങ്കേതിക വിദ്യയുടെ പിന്തുണ ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ അതെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള ഇതിന് തടവിന് സാധിച്ചിട്ടുണ്ട്. അത് ഫെസ്റ്റിവൽ IFFK സെലക്ഷൻ കിട്ടി, മറ്റ് ചില ഫെസ്റ്റിവലിലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഈ അവാർഡ് നവാഗത സംവിധായകൻ ഫാസിൽ റസാഖിന് മികച്ച നടിക്ക് കിട്ടി. മികച്ച നടിക്ക് കിട്ടിയത് തന്നെ ഇപ്പോൾ അവർ അത് ഷെയർ ചെയ്യുകയാണ്. ഉർവശി നമുക്ക് എല്ലാവർക്കും അറിയാം,
മലയാള സിനിമയിലും തമിഴ് സിനിമയിലും നിരവധി വർഷങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നടിയാണ്. അവരുടെ അപ്പോൾ ഉള്ളൊഴുക്ക് എന്ന സിനിമയും കഴിഞ്ഞ വർഷം അതിന് ചിത്രം എന്നുള്ള നിലയ്ക്കുള്ള ഒരു അംഗീകാരമൊന്നും കിട്ടിയതായിട്ട് തോന്നുന്നില്ല എവിടെയും. പക്ഷേ ആ സിനിമ വളരെയധികം ഈ റോളിൽ ശ്രദ്ധിച്ചു. ആ സിനിമയും ക്രിസ്റ്റോ ടോമി അദ്ദേഹത്തിൻ്റെയും ആദ്യ ചിത്രമാണ്. അദ്ദേഹം നേരത്തെ ചില ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തെങ്കിൽ അതിന് ദേശീയതലത്തിൽ ഏതൊരു പ്രൈവറ്റ് ഏജൻസിയുടെ അതിൽ മികച്ച തിരക്കഥയ്ക്കുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടാണ് അദ്ദേഹം അത് തുടങ്ങുന്നത്. ആ സിനിമ നല്ല റണ്ണൊക്കെ കിട്ടി. അത് നമ്മളുടെ സാമ്പ്രദായികമായ രീതിയിൽ നിന്ന് അതിൻ്റെ പ്രമേയത്തെ ഒന്ന് മാറി സഞ്ചരിക്കുന്നതാണ് എന്ന് ചില ആൾക്കാർ അതിനെ വിമർശിക്കുന്നത് ഒരു സീരിയൽ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നവർക്ക് അങ്ങനെ തോന്നാം, അത് വേറൊരു കാര്യം. പക്ഷേ ഈ വിവാഹബന്ധം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിവാഹബന്ധം ഡൈവോഴ്സ് എന്നതിനെ സംബന്ധിച്ചൊക്കെ, അല്ലെങ്കിൽ വിവാഹമോചനം, അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങൾ, മറ്റു ബന്ധങ്ങൾ, ലൈംഗികത, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുടെ സിനിമ പുലർത്തിക്കൊണ്ടിരിക്കുന്ന വളരെ യാഥാസ്ഥിതികമായ ഒരു വീക്ഷണമുണ്ട്. ആ യാഥാസ്ഥിതികമായ വീക്ഷണത്തിൽ നിന്ന് ഇപ്പം സമൂഹം അത് അംഗീകരിക്കുന്നില്ല. സമൂഹത്തിൽ പല മാറ്റങ്ങളും വന്നു. യാഥാസ്ഥികത്വ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിലും പുതിയ ആളുകൾ, പുതിയ കുട്ടികളൊക്കെ തന്നെ വിവാഹത്തെക്കുറിച്ച് പോലും പലരും ചിന്തിക്കുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ വളരെ ബോൾഡായി ഇത്തരം പല ചിത്രങ്ങളിലും അത് സമീപിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ദേശീയതലത്തിൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആട്ടം, ആനന്ദ് ഏകർഷിയുടെ ആട്ടം. അത് ആ സിനിമയ്ക്ക് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഫിപ്രസ്കി എന്ന സംഘടന, ഞങ്ങൾ ഗ്രാൻഡ് പ്രിക്സ് എല്ലാ വർഷവും ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കാറുണ്ട്. ഈ വർഷം തിരഞ്ഞെടുത്ത ആട്ടമായിരുന്നു. ഈ അവാർഡിന് മുൻപെയാണ് അത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ 4-5 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ മറ്റ് ഭാഷയിലാണ്. അപ്പോൾ ആട്ടത്തിനെ തിരഞ്ഞെടുക്കാൻ ഫിപ്രസ്കിയിലെ സീനിയറായിട്ടുള്ള ക്രിട്ടിക്കുകൾക്ക് ഒരു തീരുമാനത്തിലെത്തുകയുണ്ടായി. അപ്പോൾ ആട്ടം എന്ന സിനിമ നമ്മളുടെ ഇപ്പോൾ ഇന്ന് രാകേഷ് ശർമ്മ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രമേയത്തിന്. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്തുള്ള വിജയ് തെണ്ടുൽക്കറുടെ ഒരു നാടകത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു ഇതെന്നുള്ള, അതൊരു പ്രമേയ മോഷണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ആ പ്രമേയത്തിന് വളരെ ഒരു തീക്ഷ്ണമായ, വളരെ സങ്കീർണമായ ഒരു പ്രമേയം, അതേസമയത്ത് സത്യസന്ധമായ ഒരു പ്രമേയം സ്ക്രിപ്റ്റിൻ്റെ വളരെ മിടുക്കോട് കൂടിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ആട്ടത്തിൻ്റെ സവിശേഷത. അതിപ്പോഴും എനിക്ക് ഞാൻ ഇന്നൊരു പോസ്റ്റ് പ്രത്യേകിച്ചും വായിക്കുകയുണ്ടായി. അവർ ഇത്തരത്തിലുള്ളൊരു അനുഭവത്തിലൂടെ കടന്നുപോയ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സ്ത്രീ സുഹൃത്ത് എഴുതിയത്, അവരാ സിനിമ കണ്ടപ്പോൾ അവർക്ക് എന്താണ് അതായത് അവരുടെ അനുഭവത്തിൻ്റെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് അവരത് വായിക്കുന്നത്. അതായത് അവരുടെ ഒരു ഒരേ സമയത്തൊരു ജോലി ചെയ്യുന്നു, ഭർത്താവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അവരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വളരെയധികം ചർച്ചകളും ഇതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു മോശമായ അനുഭവം, ഈ അനുഭവത്തെ സംബന്ധിച്ച് പിന്നെ ഉന്നയിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വന്തം ഭർത്താവ് പോലും ഇതല്ലൊരു പ്രശ്നമാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ പുരുഷൻ എങ്ങനെയാണ് ഈ കാര്യത്തെ കാണുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ബേസിക്കും വളരെ സൂക്ഷ്മമായ ഒരു ആലോചന സത്യത്തിൽ ആട്ടം നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായൊരു കാര്യമാണ്. എല്ലാ സിനിമകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 38 സിനിമകൾ ഏതാണെന്നോ എൻ്റെ ലിസ്റ്റൊന്നും നമ്മൾ വായിച്ചിട്ടില്ല. 22 സിനിമകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് IFFKയിൽ വരുന്നതും പിന്നെ അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല സിനിമകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇവിടെ കൃഷ്ണേന്ദു കലേഷിൻ്റെ പ്രാപ്പട, ഈ വർഷമല്ല 2 വർഷം മുന്നേ വന്ന പടം, വളരെയധികം പ്രത്യേകമായ രീതിയിലാണ്. നേരത്തെ വിപിൻ വിജയൊക്കെ എടുത്തിട്ടുള്ള, അതുപോലെ കൃഷാന്ത്, അങ്ങനെ ഒരുപാട് സംവിധായകർ ഇത് വന്നിട്ടുണ്ട്. ഞാനിതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ യാഥാസ്ഥിതിക സിനിമ എന്തൊക്കെയോ ഇതിനെ ഭയക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് കാണുന്നത്. കാരണം അതുകൊണ്ടാണ് ഇവർ ഏതോ ഒരു കൊല്ലത്തേക്ക് പോയിട്ട് അവരുടെ സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യുകയാണ്. അതായത് ഞങ്ങൾ വലിയ കേമന്മാരായിരുന്നു, മണിച്ചിത്രത്താഴും ആകാശദൂതും മറ്റേ സ്ഫടികവും ദേവദൂതനൊക്കെ എടുത്ത വലിയ കേമന്മാരാണ് ഞങ്ങൾ, ആറാം തമ്പുരാൻ, ദേവാസുരമൊക്കെ എടുത്തവർ. ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഇവർ തിയേറ്ററിനൊക്കെ എടുത്തിട്ട് ഇവർ റിലീസ് ചെയ്യുന്ന ഞാൻ അത്തരം റിലീസ് ചെയ്തൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എങ്കിലും എനിക്കതൊരു നല്ല അനുഭവമായി തോന്നുന്നില്ല. ഇപ്പം ഇന്നലെ വേറെ സുഹൃത്തിൻ്റെ എഴുതുകയുണ്ടായി, ഏതോ ഈ കൊല്ലത്ത് തന്നെ 2024 നമ്മൾ ജീവിക്കുന്നത്, ഏതോ പെട്ടെന്ന് കൊല്ലം മാറിപ്പോയ പോലെ ഒക്കെ തോന്നുന്ന രീതിയിൽ. അപ്പോൾ അവരിതിനെ മാത്രമല്ല അതിനെ സംബന്ധിച്ചൊക്കെ ഉയർത്തിയിട്ടുള്ള ഇപ്പോൾ ഡോക്ടർ AK വാസു അദ്ദേഹം എഴുതുന്നുണ്ട്, KK ബാബുരാജ് എഴുതുന്നു, ഡോക്ടർ AK വാസു, അത്തരം നിരീക്ഷണങ്ങൾ ഞാനടക്കമുള്ളവർ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതിന് പരിമിതികളുണ്ടാവും, എങ്കിലും അതിനെയൊക്കെ വളരെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇന്ന് പൊളിറ്റിക്കലായ റീഡിങ്ങുകൾ, പ്രത്യേകിച്ചും ദളിത് ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട്, കാരണം ആ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ഈ സിനിമകളെ
ഒക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താ അത് യൂട്യൂബിൽ കാണേണ്ട സിനിമ യൂട്യൂബിൽ തന്നെ കാണണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ OTT ഒക്കെ നമുക്ക് ഒരുപാട് ഇതുണ്ടല്ലോ, പണ്ടത്തെ പോലെ തിയേറ്റർ. അപ്പോൾ അതിൻ്റെ തിയേറ്ററിലേക്ക് തിരിച്ചു വരുന്നത് തന്നെ ഈ നവാഗത സംവിധായകർ പുതിയ സിനിമയിൽ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതിൽ അവരെയും ഇത് കൺഫ്യൂസ് ചെയ്യും, കാണികളെയും കൺഫ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നവാഗത സംവിധായകരുടെ പിന്നെ അതിനെ പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷക സമൂഹവും അതുപോലെ തന്നെ സാംസ്കാരിക സമൂഹവും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മുൻപ് ഉള്ള കച്ചവടത്തോടൊപ്പം തന്നെ കച്ചവട ശക്തികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കോർപ്പറേറ്റ് ശക്തികളും ഇതിനകത്ത് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ കുറച്ച് മലയാള സിനിമകൾ വലിയ വിജയം നേടി. പ്രേമലു, അതൊക്കെ വിമർശനമൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച്. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പോലത്തെ. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ തമിഴ്നാട്ടിലും വലിയ വിജയം ഉണ്ടായി. ഈ വിജയമുണ്ടായ സിനിമകൾക്ക് OTTയിൽ സാധാരണ രീതിയിൽ തിയേറ്ററിൽ വിജയിച്ചു കഴിഞ്ഞാൽ അത് OTTയിൽ പിന്നെ നല്ല റേറ്റ് കിട്ടും എന്നൊക്കെയാണ് നമുക്ക് അവരുടെ ലാഭമല്ല നമ്മുടെ പ്രശ്നം. എങ്കിൽ പോലും ആ റേറ്റ് കൊടുക്കാതെ ഇത് തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞല്ലോ, ഇനി OTTയിൽ ആൾ കാണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന ചില പിന്നെ എന്താ പറയുക, അവരുടെ അൽഗോരിതോ അവരുടെ ചില ബലതന്ത്രങ്ങൾ, അധികാരത്തിൻ്റെ ബലതന്ത്രങ്ങൾ ഇപ്പോഴും പിന്നെ തിയേറ്ററുകളെയും നമ്മളുടെ അതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിലുള്ള നേരത്തെ ക്യൂബ് ഡിജിറ്റൽ പ്രൊജക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ തിയേറ്ററിലും ഡിജിറ്റൽ പ്രൊജക്ഷനാണ്, മറ്റുള്ളതില്ല. അത് ഓൾറെഡി അത് നമുക്കതിൽ നിന്ന് മാറാൻ പറ്റില്ല, പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ക്യൂബ്, UFO, PXD തുടങ്ങിയ ചില ഗ്രൂപ്പുകളാണ് ഇതിനകത്ത് തിയേറ്ററുകളുടെ ഏതാണ്ട് മിക്കവാറും തിയേറ്ററുകൾ ഇവരുടെ ആധിപത്യം. ഈ തിയേറ്ററുകൾ അപ്പോൾ പിന്നെ നിർമ്മാതാവ് ആദ്യം സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അവർക്കൊരു പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്ക് കയറ്റണം, അവരുടെ സെർവറിലേക്ക്. പിന്നെ തിയേറ്ററിൽ ഓടുന്നതിന് അതിന് വീണ്ടും അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഒരാഴ്ച പൈസ. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വന്നതിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള എല്ലാ മെച്ചങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഗുണവും ഈ കോർപ്പറേറ്റുകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. നേരത്തെ ഇവിടെയുള്ള സിനിമാ നിർമ്മാതാക്കളോ സാങ്കേതിക പ്രവർത്തകരോ കലാകാരന്മാരോ തിയേറ്റർ ഉടമകളോ സർക്കാരോ കാണികളോ ഇത്തരം വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങൾക്കൊന്നും യാതൊരു മെച്ചമില്ല. അപ്പോൾ ഇവർ ഇതിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ ഇത് മലയാള സിനിമ നിർമ്മാതാക്കൾ തന്നെ മനസ്സിലാക്കിയിട്ട് അവർ ഇതിനൊരു ബദൽ എന്നുള്ള രീതിയിൽ അവരുടേതായ കണ്ടന്റ് കൊണ്ടുവരാനൊക്കെ നോക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ PVR ഗ്രൂപ്പുമായിട്ട് ഈ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് KSFDC, ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് KSFDC എന്ന് പറയുന്നത്. KSFDCയുടെ പിന്നെ തിയേറ്റർ ശൃംഖല അവർ വികസിപ്പിക്കേണ്ടതുണ്ട്. അവർ പലതും കണക്കുകളൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ലാതെ നമ്മൾ അടുത്ത കാലത്തൊന്നും പുതിയ തിയേറ്റർ ഉള്ള തിയേറ്ററൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും തൃശ്ശൂർ നന്നാക്കുന്നുണ്ട്, അടുത്ത് തുറക്കുമായിരിക്കും. തിരുവനന്തപുരത്തും കോഴിക്കോടും പിന്നെ ഉള്ള തിയേറ്ററുകളൊക്കെ നന്നാക്കിയിട്ടുണ്ട്, അത് നമ്മളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ തിയേറ്ററിലൊന്നും തന്നെ നല്ല സിനിമയ്ക്ക് അല്ലെങ്കിൽ പരീക്ഷണാത്മക സിനിമകൾക്കോ KSFDC തന്നെ നിർമ്മിക്കുന്ന സിനിമകളുണ്ട്. KSFDC പിന്നെ വനിതകൾക്ക് സഹായിക്കുന്നതിന് ഒരു 1.5 കോടി രൂപ വീതം കേരള ഗവൺമെൻറ്റാണ് KSFDC വഴി കൊടുക്കുന്ന ഒരു ഏജൻസി എന്നുള്ള എനിക്ക് 1.5 കോടി വീതം കൊടുക്കുകയും അങ്ങനെ 4 സിനിമ പുറത്തു വന്നു. അതെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായ സിനിമകളാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ SC/STക്കുള്ള ഒരിത്, ഇതെല്ലാം തന്നെ ഈ സിനിമകളൊന്നും ഫലപ്രദമായി കാണിക്കുന്നതിന് എന്തെങ്കിലും KSFDC ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രേക്ഷകൻ എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. അവരുടെ OTT തുടങ്ങി, പിന്നെ C-Space എന്ന് പറയുന്നത്, അതും ജനങ്ങൾ വേണ്ടത്ര കാണുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ KSFDC ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു തുറന്ന ചർച്ച നമ്മൾ KSFDC നടത്തണം, കേരളത്തിലെ കാണികളും നടത്തണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ KSFDCയിൽ തന്നെ ഒരു 2-3 തിയേറ്ററുകൾ ഉണ്ടാവും ഒരു ഇതിൽ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള കൈരളി നീളാശ്രീ ഉണ്ട്. നമ്മൾ അതിലൊരു പടം, നല്ല പടം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പടം അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പടത്തിനല്ലാതെ മറ്റേ പടത്തിന് ഇതാണ് പിന്നെ പുലിമുരുക്കനാണ് ആൾ, നിങ്ങൾ അത് കയറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടില്ല എന്ന രീതിയിൽ അവരുടെ തൊഴിലാളീൻ്റെ പ്രശ്നമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് KSFDC തിയേറ്റർ ഇത്രയും തമ്പാനൂർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്ത് അല്ലെങ്കിൽ വടക്കേ സ്റ്റാൻഡിൻ്റെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലത്ത് എങ്ങനെ കിട്ടുന്നു? ആ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കിട്ടുന്നത് ബഡ്ജറ്റ് അലോക്കേഷനിൽ നല്ല സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ്. നേരത്തെ പറഞ്ഞ SK പാട്ടീൽ കമ്മിറ്റി തൊട്ടിട്ട് കേരളത്തിലും വന്നിട്ടുള്ള ഒരുപാട് കമ്മിറ്റികളുണ്ട്. അപ്പോൾ അതിനോടുള്ള ആ പ്രതിബദ്ധത എന്തുകൊണ്ട് KSFDC കാണിക്കുന്നില്ല? അപ്പോൾ അത് ഒരു ഭാഗത്ത്. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പിന്നെ ഏതെങ്കിലും പിന്നെ പ്രത്യേക രീതിയിലുള്ള ഒരു സിനിമ കൊണ്ട് മാത്രം സിനിമ ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ തരത്തിലുള്ള സിനിമകളും വിമർശനങ്ങളും എല്ലാ രീതിയിലുള്ള സിനിമകൾക്കും അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൊടുക്കാത്ത രീതിയിലുള്ള ചില മുട്ടാപ്പോക്ക് ന്യായങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചില പഴയ രീതിയിലുള്ള പിന്നെ കച്ചവട രീതികളോ ഇതിൽ തുടരുന്നത് കൊണ്ട് പിന്നെ
എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഇതോടൊപ്പം പറയാം. ഇപ്പോൾ ഇന്ന് നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരു ഇൻഡസ്ട്രി, താരതമ്യം അങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രി. ഈ തമിഴ് സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ തമിഴ് സിനിമ തന്നെ ഓരോ കാലഘട്ടത്തിൽ അവർ സ്വയം അതിനെ റീഇൻവെൻറ്റ് ചെയ്യുകയാണ്. അതായത് റീഇൻവെൻറ്റ് ചെയ്ത് ഇപ്പം 50കളിൽ പരാശക്തി പോലത്തെ ഒരു സിനിമ കരുണാനിധി തിരക്കഥ എഴുതിയിട്ട് ശിവാജി ഗണേശൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അന്ന് വലിയ സെൻസർഷിപ്പ് പ്രോബ്ലമായിരുന്നു. അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകം, ദ്രാവിഡ പ്രസ്ഥാനം, പെരിയാറുടെ ദ്രാവിഡ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അണ്ണാദുരയും കരുണാനിധിയും കൂടി രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഐഡിയോളജി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് വളരെ ഉദ്ദേശത്തോടു കൂടിയിട്ട് പരാശക്തി പോലത്തെ ഒരു സിനിമ ബ്രാഹ്മണിക്കൽ ഓർഡറിനെതിരായിട്ട് അത് കൊണ്ടുവരികയും വലിയ സെൻസർഷിപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ട് അവർ നമുക്കറിയാം അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുകയും രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള അത് പിന്നീട് മുരടിച്ചു, അല്ലെങ്കിൽ അല്ല അത് പിന്നീട് ജീർണമാവും. അത് ഏത് വ്യവസ്ഥ അങ്ങനെയാണ്. ആദ്യഘട്ടത്തിൽ നമുക്ക് വിപ്ലവാത്മകമായി തോന്നുന്ന പല ആശയങ്ങളും പിന്നീട് വളരെ ഇതായി പോകുന്നതും ജീർണമായി പോകുന്നതൊക്കെ സാധാരണമാണ്. അങ്ങനെ ജീർണമായി പോവുകയും അവിടെ മറ്റുള്ള രീതിയിലുള്ള അവിടുത്തെ ജാതിശക്തികൾ ഈ ബ്രാഹ്മണ ജാതികളല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള ജാതിശക്തികൾ ഇതേ സിനിമയിൽ തേവർ മകൻ പോലെയും മന്നൻ പോലെയും പാണ്ഡ്യൻ പോലെയുള്ള പടത്തിലോ കൂടെയൊക്കെ അല്ലെങ്കിൽ വിരുമാണ്ടി അങ്ങനത്തെ പടങ്ങളിലൂടെ ഇവരെല്ലാം മുന്നേറിയ സമയത്ത് പാരഞ്ജിത്തിൻ്റെയും മാരി സെൽവരാജ് അല്ലെങ്കിൽ ജ്ഞാനവേൽ ഇങ്ങനെയുള്ള സംവിധായകരെല്ലാം തന്നെ വളരെ എഫർട്ട് എടുത്തുകൊണ്ട് അവർ ഒരു പുതിയ മൂവ്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിനെ ശരിക്കും ഞാനതിനെ അടയാളപ്പെടുത്തുന്ന ദ്രാവിഡ സിനിമയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ആദിദ്രാവിഡ സിനിമയാണ്. കാരണം അവിടെ SC വിഭാഗത്തിൽപ്പെട്ട ഇവരെ ഒരു പ്രധാന വിഭാഗക്കാരെ ആദിദ്രാവിഡർ എന്നാണ് വിളിക്കുന്നത് തമിഴിൽ, ആദിദ്രാവിഡർ. അപ്പോൾ ആ ആദിദ്രാവിഡരുടെ ഒരു മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ തങ്കലാൻ, ഇന്നലെ ഇറങ്ങിയിട്ടുള്ള തങ്കലാൻ സിനിമ വരെ ഉള്ള ഒരു ഇത്. അതുപോലെ തന്നെയാണ് മാരി സെൽവരാജ്, പരിയേരും പെരുമാളും, കർണൻ, മാമന്നൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ വാഴൈ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നു. അതുപോലെ ജയ് ഭീം പോലുള്ള സിനിമകൾ. അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് തങ്കലാൻ എന്ന സിനിമ തന്നെ നമ്മൾ എടുത്താൽ KGF 1, 2 ഇപ്പോൾ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയാണ് KGF, കന്നഡയിൽ നിന്നുള്ള. അതായത് കോളാർ ഗോൾഡ് ഫീൽഡിന് ഒരു കോർപ്പറേറ്റ് ആള് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ വന്നിട്ട് അതിൽ നടത്തുന്ന ഇതും അവർ പ്രധാനമന്ത്രിയുമായി നടത്തുന്ന ചർച്ചകൾ, അങ്ങനെ വളരെ ഒരു ഇതായിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൽ യഷ് എന്ന് പറയുന്ന ഒരു കന്നഡ സൂപ്പർ താരം അഭിനയിക്കുന്ന KGF. ഇതേ KGFൻ്റെ കഥ എത്രയോ KGF തുടങ്ങുന്നതിന് മുൻപ് അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ള അപ്പോൾ ദളിതരുടെ ആദിദ്രാവിഡരുടെ മിത്തും അവരുടെ വിശ്വാസവും അവരുടെ അഭിമാനം ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സമരങ്ങളും അവരുടെ പ്രണയവും അതും നിലത്തിന് വേണ്ടിയിട്ടുള്ളതും ഒക്കെ ആയിട്ട് സമരങ്ങളായിട്ട് എന്നാൽ അത് ഒരു വളരെ കമേഴ്സ്യൽ സിനിമയുടെ രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് സൂപ്പർ ഈ പറയുന്ന താരം സ്റ്റാർഡത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ അയാൾ രജനീകാന്തിനെയാണ് ഉപയോഗിച്ചത്. രജനീകാന്ത് കബാലി കാല പറയുന്ന സിനിമയിൽ, വിക്രത്തിനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ അവർക്ക് മൊത്തം അവിടെ നേരത്തെ അപ്പുറത്തിറങ്ങുന്ന പൊന്നിയിൽ സെൽവൻ പോലെ മണിരത്നത്തിൻ്റെ പടങ്ങളും ഇന്ത്യൻ പോലത്തെ കമലഹാസൻ്റെ പടങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുകയാണ്, അല്ലെങ്കിൽ അതിനല്ല തമിഴ് സിനിമയിൽ മുഖ്യധാരയിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ വളരെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഇവിടെ ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കാതൽ ദ കോർ പോലത്തെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, കാതൽ ദ കോർ പോലെയുള്ള സിനിമകളോ അങ്ങനെ ചില കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ വേറെ ചില സിനിമകൾ മാത്രമാണ്. അതേസമയത്ത് ഇവർ വലിയ ലൗഡായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു എന്നുള്ളത് തമിഴ് സിനിമയിൽ നിന്ന് അതിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ടോ എന്നുള്ളത് നമ്മളുടെ സിനിമാ പ്രവർത്തകരും വിമർശകരും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ RRR ഈ പാൻ ഇന്ത്യൻ എന്നുള്ള ഇത് വരാൻ തന്നെ കാരണം RRR, പുഷ്പ ദ റൈസിംഗ് തെലുങ്ക് സിനിമ എന്നാണ് വന്നത് RRR, കന്നഡയിൽ നിന്ന് വന്ന KGF ഒക്കെയാണ്. അപ്പോൾ അത് ബോളിവുഡിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ബോളിവുഡും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം ബോളിവുഡ് ഖാൻമാർ, സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ, അമീർ ഖാൻ ഇവരുടെ ഒരു ആധിപത്യത്തിലാണ് എന്നുള്ളത് കൊണ്ട് ബോളിവുഡിനോട് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്ന അവരെ പൊതിഞ്ഞു നിൽക്കുന്ന സംഘപരിവാറിന് വലിയ താല്പര്യമില്ല. അപ്പോൾ അവർ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ സിനിമയെ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരുപാട് പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉരി ദ സർജിക്കൽ സ്ട്രൈക്ക് മുതൽ അല്ലെങ്കിൽ കാശ്മീർ ഫയൽ അല്ലെങ്കിൽ കേരള സ്റ്റോറി അടക്കമുള്ള സിനിമകളൊക്കെ ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ അത് ജനങ്ങളെ ഇതിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അത് 1-2 സിനിമകൾ അതിൽ ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാവും, കാശ്മീർ ഫയലോ അല്ലെങ്കിൽ ഉറി ദ സർജിക്കൽ സ്ട്രൈക്കോ, പല കാരണങ്ങളെ കൊണ്ടാണത്.
നേരെ മറിച്ച് അതിൽ ഇറങ്ങുന്ന ഒരു ബഹുഭൂരിഷം സിനിമകളും ഈ രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള അമിത ജിങ്കോയിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളെല്ലാം പൊളിഞ്ഞതോടുകൂടിയിട്ട് ബോളിവുഡിനോട് ആളുകൾക്ക് ഒരു എതിർപ്പ് വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൻ്റെ ഒരു ഗ്യാപ്പും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പ്രത്യേകിച്ചും പിന്നെ ഡബ്ബിങ്ങിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യയുടെയും ഇതിലൊക്കെ വലിയ മുന്നേറ്റം ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ആളുകൾ RSSനെ കുറിച്ച് സിനിമ എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ പിന്നെ ഈ RRR എടുത്തിട്ടുള്ള ആൾ തന്നെയാണ് RSSനെ കുറിച്ച് സിനിമ എടുക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പാൻ ഇന്ത്യൻ, ഇതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ പറഞ്ഞ തമിഴ്, ഞാൻ അതിൻ്റെ വീണ്ടും വിശദീകരിക്കുന്നില്ല, തമിഴ് സിനിമയിലാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അവരും പാൻ ഇന്ത്യൻ സിനിമകൾ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ തങ്കലാനാണെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ എല്ലാ ഭാഷയിലും ഇറക്കുന്നുണ്ട്, മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ അപ്പോൾ നമുക്ക് മലയാളിക്ക് പറയാനുള്ള ചില എന്താണ് ഇപ്പോൾ ഈ തെലുങ്ക് ഇതിലേക്ക് RRR വന്നിട്ടുള്ളതിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെ അവർ കൊണ്ട് നമ്മൾ വളരെ വിമർശനാത്മകമായിട്ടാണ് അതിനെ കണ്ടത്. എങ്കിലും അല്ലെങ്കിൽ കാന്താര എന്ന് പറയുന്ന പടത്തിൽ ഈവൺ മെയിൻ സ്ട്രീം കന്നഡ കഥ പോലും അല്ല അതിൽ വരുന്നത്. ഒരു ഭാഗത്തുള്ള സൗത്ത് കാനറ, ഇപ്പം നമ്മുടെ ഈ തെയ്യൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന മംഗലാപുരം ആ ഭാഗത്തുള്ള ഉടുപ്പി ഭാഗത്തുള്ള സംസ്കാരത്തിൻ്റെ ചില സംഭവങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ പ്രാദേശിക സംസ്കാരത്തിന് ഇന്ത്യയുടെ നിർമ്മാണത്തിലും ഇന്ത്യയുടെ സാംസ്കാരിക ഇതിൽ വലിയ സ്വാധീനങ്ങളുണ്ട്, അല്ല വലിയ സാന്നിധ്യങ്ങളുണ്ട്. ഈ സാന്നിധ്യങ്ങളെ മറന്നിട്ടുള്ളൊരു രീതിയായിരുന്നു നേരത്തെ ബോളിവുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനുണ്ടാകുന്ന ഒരു ഉത്തേജനമാണ്. അപ്പോൾ അത് നമുക്ക് മലയാളിക്ക് കാണിക്കാനല്ല. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സോ പ്രേമലു പോലത്തെ സിനിമയിൽ ആവേശം അതൊരു സ്പൂഫാണ്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ അതിന് ചില ചെറിയ ബലങ്ങളുണ്ട് നമ്മളുടെ ഭാഷയും. ഇപ്പോൾ പ്രേമലു പോലത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് ഇറങ്ങിയിട്ടുള്ള തണ്ണീർമത്തൻ ദിനങ്ങൾ, ഇങ്ങനെ ഒരു ന്യൂ ഇതിലെടുത്തിട്ടുള്ള ഗിരീഷ് ഷേഡി സംവിധായകനൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള കുട്ടികൾ, വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ, 18-20 വയസ്സ് അല്ല 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരനുഭവിക്കുന്ന ഒരുപാട് സങ്കീർണതകളുണ്ട്. ഒരുപക്ഷെ മുതിർന്ന തലമുറയ്ക്ക് പെട്ടെന്ന് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അവർ ഈ ലൈഫ് ഹൈദരാബാദിൽ IT ലൈഫിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ സ്കൂളിലും പിന്നെ കോളേജിലൊക്കെ ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ, പല കാര്യങ്ങളും സാധാരണ എല്ലാ മനുഷ്യരുടെ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവരതിനെ കാണുന്ന ആ അപ്രോച്ചുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആ സിനിമകൾക്ക് വലിയ വിജയം ഉണ്ടായത്. പ്രേമലു പോലത്തെ സിനിമകൾക്ക് അതിന് മുൻപ് തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ അതുപോലെ വിജയിച്ചതാണ്. ഇതിൻ്റെ വേറൊരു ഇതാണ് മഞ്ഞുമൽ ബോയ്സിലാണെങ്കിൽ നമ്മളുടെ പിന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള ചില ആളുകൾ. ഇപ്പോൾ അതിൽ ഉദാഹരണത്തിന് ഇതിൽ കുടുങ്ങുന്ന ശ്രീനാഥ് ബാസിയുടെ ആ ക്യാരക്ടർ ഇവർ ക്ലബ്ബിൽ ഇങ്ങനെ ടൂറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് എണീറ്റ് പോവുകയാണ്. കാരണം അയാളുടെ ഒറ്റ പൈസയും കൊടുക്കാനില്ല. അപ്പോൾ ഇത്തരം അനുഭവങ്ങളെ കൂടെ കടന്നുപോയവർക്കാണ് അത് പെട്ടെന്ന് ദാരിദ്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ കൂട്ടാളികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചായ കുടിച്ചാൽ പോലും പൈസ കൊടുക്കാൻ ഒന്നിച്ച് പൈസ ഇല്ലാത്തവരുണ്ട്, നമുക്കറിയാലോ. അപ്പോൾ അത്തരത്തിലൊക്കെ ആ ഒരു സാധാരണക്കാരൻ്റെ ലൈഫുമായിട്ടും ഒക്കെ കണക്ട് ചെയ്തതുകൊണ്ടും പിന്നെ മറ്റു പല കാരണങ്ങളെ കൊണ്ടാണ് ഈ സിനിമ വിജയിച്ചത്. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായ കഥകളും അതേപോലെ തന്നെ അതിന് ഈ പറഞ്ഞ മനുഷ്യരുമായിട്ട് തൊടാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഇപ്പം പിന്നെ കഴിഞ്ഞ കൽക്കി 2898 AD എന്ന് പറയുന്ന ഒരു പടം പിന്നെ 600 കോടി ചിലവാക്കി എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നു. അതിൽ അങ്ങനത്തെ സിനിമകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്ത്യൻ മിത്തോളജി എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നു. ഇതിനോടൊക്കെയാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് സങ്കീർണമായ യാഥാർത്ഥ്യത്തോട് നമ്മൾക്ക് എന്താണ് പിന്നെ പറയാനുള്ളത്? അപ്പം നമുക്ക് തനിമ എന്ന് പറയുന്നത് ഞാനൊരു ഇതിലല്ല എടുക്കുന്നത്, ഒരു കേവലമായ രീതിയിലല്ല. പക്ഷെ നമുക്ക് വ്യത്യസ്തമായ നമ്മളുടെ അനുഭവങ്ങൾ ഇന്ത്യയോട് പറയാനുണ്ടോ? ഇപ്പോൾ തമിഴ്നാട്ടിന് പറയാനുള്ളത് പോലെ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഇവർക്ക് തെലുങ്കിലോ അവർക്ക് പറയാനുള്ളത് പോലെ പറയാനുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മൾ നടത്തിയാൽ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. അല്ലാതെ വേറെന്തെങ്കിലും കെട്ടി കൊണ്ടുവന്നിട്ട് അവരുണ്ടാക്കുന്നതിൻ്റെ പിന്നെ ഈച്ചക്കോപ്പികൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ടുള്ള ഒരു PR വർക്ക് കൊണ്ട് ഒരു ഇതുണ്ടാകും എന്നല്ലാതെ അതിന് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു പിന്നെ കൃത്യമായി മോഡേണൈസ് ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ പിന്നെ മോഡേൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ തുറന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈവൻ പിന്നെ മുതലാളിത്തം തന്നെ രൂപീകരിച്ചിട്ടുള്ള വ്യവസായ നിയമങ്ങളുണ്ട്, വ്യവസായത്തിൻ്റെയും തൊഴിൽ നിയമങ്ങളുണ്ട്. ഈ തൊഴിൽ നിയമങ്ങളൊന്നും തന്നെ അതിൽ ബാധകമല്ല എന്നുള്ള രീതിയിലുള്ള ചില അധികാര ബലതന്ത്രങ്ങൾ സ്ഥിരമായി തുടർന്നു വന്നിരുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 100,000 പിന്നെ അസോസിയേഷനുകൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. ഈ അസോസിയേഷനിലൊക്കെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ആയാലും പിന്നെ എല്ലാവരും അവരുടേതായ ഈ ഒരു അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നടി ആക്രമിക്കപ്പെടുകയും കേരളത്തിൽ വലിയ ചർച്ച ചെയ്യുകയും ചെയ്തു. ആ ചർച്ച അത് കേസായിട്ടും ആ നടി വളരെ പിന്നെ മനസാന്നിധ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും അതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു സാഹചര്യത്തിലാണ് WCC പോലത്തെ ഒരു സംഘടന ഇവിടെ രൂപപ്പെടുന്നത്. അത് നിലവിലുള്ള ഏതെങ്കിലും മലയാള സിനിമയിലത്തെ സംഘടനകളുടെ ഒരു അല്ലാത്ത രീതിയിൽ ഇതിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്
ആ സിനിമയെ അല്ല ആ സംഘടനയെക്കുറിച്ചിട്ടും അതിൻ്റെ ഉള്ളിലുള്ളവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് സ്ത്രീകൾക്കൊക്കെ വിമർശനം ഉണ്ടാവും, ഇല്ല എന്നല്ല, അതെന്തായിക്കോട്ടെ, അതൊക്കെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വാഭാവികമാണ്. പക്ഷേ WCC രംഗപ്രവേശനം ചെയ്യുകയും അങ്ങനെ WCC ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പല ചൂഷണങ്ങളുണ്ട്, ലൈംഗിക ചൂഷണങ്ങളുണ്ട്, സാമ്പത്തിക ചൂഷണങ്ങളുണ്ട്, തൊഴിൽപരമായ അല്ലെങ്കിൽ ഈവൻ സൗകര്യങ്ങളുടെ പ്രശ്നത്തിൽ പോലും മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ല എന്നുള്ള തൊട്ടതിട്ടുള്ള വളരെ വലിയ പ്രശ്നങ്ങളെല്ലാം പിന്നെ എന്തൊക്കെയാണ് അതിലുള്ളത് എന്നതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ നടി ശാരദയും പിന്നെ KB വത്സരകുമാരിയും മെമ്പറായിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. ഇത് 2019 ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തെങ്കിലും ഇതുവരെ അത് പുറത്തു വരുന്ന അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പോൾ അന്ന് ഗവൺമെൻറ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, ഗവൺമെൻറ് പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് ഇതിന് പിന്നെ ചില റിസർവേഷൻ, അതായത് ഇതേപടി ഈ കമ്മിറ്റി റിപ്പോർട്ട് അതേപടി പ്രസിദ്ധീകരിക്കേണ്ടത് പ്രസിദ്ധീകരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് ഹേമ, ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അറിയില്ല, അങ്ങനെ പറയുന്ന പത്രവാർത്തയെന്ന് മനസ്സിലാവുന്നതാണ്. അതായത് അത് ചിലരുടെ സ്വകാര്യതയെ സംബന്ധിച്ച്, ചിലപ്പോൾ ഈ പറഞ്ഞ പിന്നെ ഇരയോ വേട്ടക്കാർ ആരും ആവാം, അവരുടെ സ്വകാര്യതയെ സംബന്ധിച്ച് അവർക്ക് ചില ആശങ്കകൾ ഉള്ളതുകൊണ്ട് അത് ആ രീതിയിൽ പ്രസിദ്ധീകരിക്കേണ്ട. അതേസമയത്ത് എന്നാൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നടപടി, ഇത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഇത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഒരു സാമൂഹികമായ ഒരു ആവശ്യം WCCയിലൂടെ ഉന്നയിക്കപ്പെടുകയും അതിന് നമ്മളെ പലരും പിന്തുണ കൊടുക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിലാണല്ലോ ഈ കമ്മിറ്റി വരുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് മലയാള സിനിമയ്ക്ക് എന്ത് മെച്ചമുണ്ടായി, അല്ലെങ്കിൽ മലയാള സിനിമ രംഗത്തുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്ത് ബലം, അവരുടെ പിന്നെ വെൽഫെയറിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതിയിലോ അവർക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന വളരെ നിർണായകമായ ചോദ്യമാണ്. അതില്ലാത്തത് കൊണ്ടാണ് അതിനെ സംബന്ധിച്ച് വീണ്ടും പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും അത് പിന്നെ പ്രസിദ്ധീകരിക്കണമെന്നുള്ള ഒരു സാമൂഹികമായ ആവശ്യം വരുന്നുണ്ട്. നിയമപരമായിട്ടും പിന്നെ വിവരാവകാശ കമ്മീഷൻ വഴിയൊക്കെ അത് ഉന്നയിച്ച സമയത്ത് കോടതിയുടെ ഒരു ഇടപെടലൊക്കെ ഇപ്പം ഉണ്ടായിട്ടുള്ള, കോടതി ആദ്യം പിന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും കേസൊക്കെ വന്നിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് കോടതിയുടെ അതിൻ്റെ അതിൽ പോട്ടെ. പക്ഷേ നമ്മളെ സാധാരണ ഒരു സിനിമാ പ്രേക്ഷകരോ അല്ലെങ്കിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ജനാധിപത്യം കൊണ്ടുവരണം എന്ന്, ഏത് രംഗത്തും ജനാധിപത്യമാണ് പ്രധാനം എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നുള്ളത് തന്നെയാണ്.